വയനാട്ടിൽ കരടിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആദിവാസി യുവാവിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം വൈകുന്നതായി പരാതി. ചെതലയും കൊമ്മഞ്ചേരി കാട്ടുനായ്ക്കുന്നതയിലെ ഗോപിക്കാണ് ആക്രമണം നടന്ന 3 മാസമായിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തത്. ഇടതു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ഗോപിയുടെ ചികിത്സയടക്കം പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ഏപ്രിൽ 29-നാണ് വിറക് ശേഖരിക്കാനായി വനാതിർത്തിയിലേക്ക് പോയ ഗോപിയെ കരടി ആക്രമിച്ചത്. 2 കരടികളുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായാണ് ഗോപി അന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ആക്രമണത്തിൽ ഇടതുകൈക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ നീണ്ടകാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങാനായത്. എല്ലിന് കാര്യമായി പരിക്കേറ്റതിനാൽ ഭാരമെടുക്കാനും ജോലിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയിലായി. കൈക്കിപ്പോഴും നീരും വേദനയുമുണ്ടെന്നും പണമില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങിയെന്നും ഗോപി പറയുന്നു. കൈക്ക് മറിഞ്ഞ് മാന്തി പൊളിച്ച് എല്ലൊക്കെ പൊട്ടി. ഓട്ടോ മാറുന്ന പറയുന്നത് പണിക്ക് പോകാൻ പറ്റില്ല, ഭാരം എടുക്കണ്ടെന്നാണ് പറയുന്നത്. കൈക്കിപ്പോൾ വേദന അത് എന്നെ ബുദ്ധിമുട്ട്. ഇപ്പോൾ പൈസ ഇല്ല, 2 ദിവസം പോയില്ല. ബത്തേരി പൈസ ഇല്ലായിരുന്നു. ഇതിൽ സാധനം മേടിക്കാനൊക്കെ പൈസ ഇല്ല, പിന്നെ മരുന്ന് മേടിക്കാനും പൈസ ഇല്ല. അതാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ആക്രമണമുണ്ടായപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും MLAയും സന്ദർശിച്ചു പോയെങ്കിലും പിന്നീട് നഷ്ടപരിഹാരമൊന്നും ലഭിച്ചില്ല. ആശുപത്രിയിൽ വെച്ച് 2000 രൂപ മാത്രം നൽകി. വനപാലകരോട് പരാതി പറയുമ്പോൾ എന്തിനാണ് വനത്തിൽ കയറിയതെന്ന് തിരിച്ചു ചോദിക്കുമെന്ന് ഗോപിയുടെ ഭാര്യ കുമാരി പറയുന്നു. ഫോറസ്റ്റുകാരൊക്കെ അങ്ങനെ തന്നെ പറയുന്നത്, എന്തിനാ കാട്ടിലേക്ക് പോകുന്നതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ കാട്ടിൽ പോകാണ്ട് ഞങ്ങൾക്ക് വിറകൊക്കെ കിട്ടണ്ടേ, എന്തിലാ കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിക്കുക. ചികിത്സയൊക്കെ നടത്തുന്ന ഞാൻ ഓരോ പണി എടുത്തിട്ട് ബത്തേരി കൂട്ടി പോകും. ഒറ്റ പൈസ തന്നിട്ടില്ല. ആ 2000 കൊടുത്തതല്ലാണ്ട് വേറെ ഒരു പൈസ തന്നിട്ടില്ല. ഓരോ പണി കിട്ടുന്നതിന് വണ്ടിക്കൂലി എടുത്ത് ഞാൻ കൊണ്ടുപോകും. അത് ഓയിൽ ആ മരുന്നിനൊക്കെ ചിലതൊക്കെ പുറത്തുനിന്ന് എഴുതുന്നത് അത് പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. ആക്രമണമുണ്ടായി മാസങ്ങളായിട്ടും യാതൊരു നഷ്ടപരിഹാരവും നൽകാൻ തയ്യാറാകാത്ത വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. 4 മാസമായിട്ട് അവനിപ്പോൾ ശരിക്കും മരുന്ന് വാങ്ങാൻ പോലും കോഴിക്കോട് പോകാൻ പൈസ ഇല്ല. ഭക്ഷണം കഴിക്കാൻ അരി കിട്ടുന്നിട്ട്, പക്ഷെ മറ്റ് സാധനങ്ങളൊന്നുമില്ല. പണിക്ക് പോകാനും കഴിയില്ല. പിന്നെ അവൻ്റെ ഭാര്യ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു പണിക്ക് പോയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അല്ല, എത്രയും പെട്ടെന്ന് ആ പാവത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യണം. ഭക്ഷണം കഴിക്കാതെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഇതേപോലെ ആളുകൾ, പ്രത്യേകിച്ച് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിർബന്ധമായിട്ടൊരു അന്വേഷണം പ്രഖ്യാപിച്ച്, അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥനെ വിട്ടിട്ട് എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായവും ബാക്കി കാര്യങ്ങളും ചെയ്യണമെന്നാണ് പറയുന്നത്. കൂലിപ്പണിക്ക് പോയി കുടുംബം നോക്കിയിരുന്ന ഗോപിയെ ഇപ്പോൾ ഭാര്യ കുമാരിയാണ് പരിചരിക്കുന്നത്. ചികിത്സ വരെ മുടങ്ങിയ അവസ്ഥയിൽ എത്രയും വേഗം നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന വയനാട്ടിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.